മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് LSSന് വരാൻ സാധ്യതയുള്ള കേരളത്തെക്കുറിച്ചുള്ള മുഴുവൻ ചോദ്യങ്ങളാണ് കേട്ടോ. ആദ്യം നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റാണ് കേട്ടോ. അത് മുഴുവനായിട്ട് കാണുക, ലാസ്റ്റ് 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നൽകുക. കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? 5. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? വരയാട്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവികുളമാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ദേവികുളം താലൂക്കിലാണ്. 1978 ഇത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി. ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1984 സ്ഥാപിതമായത്. കേരളത്തിലെ നിത്യഹരിത വനം, കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നൊക്കെ പേരുള്ളത് നമ്മുടെ സൈലന്റ് വാലിക്കാണ്. 2012 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സൈലന്റ് വാലി. അത് എഴുതാൻ വിട്ടുപോയതാണ്, മക്കൾ എഴുതിയെടുക്കണം കേട്ടോ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങുകളെ സൈലന്റ് വാലിയിൽ കാണാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? തൂതപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാട്ടുംചോല, ഇടുക്കി ജില്ലയിലാണ്. 4 ദേശീയോദ്യാനങ്ങളും ഇടുക്കി ജില്ലയിലാണ്. 1 മാത്രമാണ് പാലക്കാട് ജില്ലയിലുള്ളത്, സൈലന്റ് വാലി. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18. ആദ്യം 17 ആയിരുന്നു, ഇപ്പോൾ 18. 2020 കരിമ്പുഴ വന്യജീവി സങ്കേതം വന്നിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം, ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം കടുവയാണ്. കേരളത്തിലെ ആദ്യ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം. മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. ഇതിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ജില്ലേൻ്റെ പേരിലുള്ള വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതമാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. മുത്തങ്ങ വന്യജീവി സങ്കേതം തമിഴ്നാട്, കർണാടക ഈ 2 സംസ്ഥാനങ്ങളുടെ വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. നിങ്ങൾക്ക് മുതിർന്ന ക്ലാസ്സിൽ USSന് തുടർന്നുള്ള ക്വിസ് പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുമ്പോൾ പഠിക്കാം കേട്ടോ. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ്. കൂടുതലായിട്ട് അവിടെ കാണപ്പെടുന്ന മൃഗം കടുവയാണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച വന്യജീവി സങ്കേതം ഏത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അത് പാലക്കാട് ജില്ലയിലാണ്. അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം കടുവ. കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത്? നെയ്യാർ. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തിരുവനന്തപുരം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏത്? മംഗളവനം, എറണാകുളം. മംഗളവനം തന്നെയാണ് ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയും കാസർഗോഡാണ്. അത് നമ്മുടെ GK വീഡിയോസിൽ LSS GKയിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. LSSന് വേണ്ടിയിട്ടുള്ള നദികളെക്കുറിച്ചുള്ള മുഴുവൻ വിവരവും ആ വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് കേട്ടോ. GK വീഡിയോസൊക്കെ നൽകിയിട്ടുണ്ട്. മക്കൾ അതൊക്കെ പോയി കാണണം. കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് GK നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത്? ആറളം വന്യജീവി സങ്കേതം, കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിൻ്റെ ഭൂപടം തന്നിട്ടേ അതിൽ അടയാളപ്പെടുത്താനൊക്കെ ഉണ്ടാവും. അതിനാണ് ജില്ലകൾ പറയുന്നത്. ജില്ല നമ്മൾ അറിഞ്ഞിരിക്കണം. അവസാനം രൂപം കൊണ്ട വന്യജീവി സങ്കേതം കരിമ്പുഴ, മലപ്പുറം ജില്ലയിലാണ്. അമരമ്പലം റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. സസ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം കുറിഞ്ഞിമല. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച് ഏത്? മുഴുപ്പിലങ്ങാടി ബീച്ച്, കണ്ണൂർ. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കോട്ടയം. ഇപ്പോൾ കോട്ടയത്ത് അക്ഷര മ്യൂസിയം നിലവിൽ വന്നിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ നദി
പെരിയാർ. രണ്ടാമത്തേത് ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഡാം. അത് പാലക്കാട് ജില്ലയിലാണ്. ഡാമുകൾ കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഷൊർണൂർ. കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങൾ ഏതെല്ലാം? മംഗളവനം, തട്ടേക്കാട്, അരിപ്പ, കുമരകം, ചൂളന്നൂർ. ചൂലന്നൂരെന്ന് പറയൂട്ടോ. കടലുണ്ടി, പാതിരാമണൽ. കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 എണ്ണം. 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ഇടുക്കി, വയനാട്. കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. തെക്ക് ഭാഗത്തുള്ള ജില്ല തിരുവനന്തപുരം. ഇവിടെ കുറച്ച് ചിഹ്നങ്ങൾ തന്നിട്ടുണ്ടല്ലോ. വിമാനം, കപ്പൽ, ഇതൊക്കെ തുറമുഖത്തെയും വിമാനത്താവളത്തെയൊക്കെ കാണിക്കുകയാണ്. റെയിൽവേ പാതക്ക് റെയിൽവേ പാതൻ്റെ ചിഹ്നം, നദിക്ക് നദിൻ്റെ ചിഹ്നം, വിനോദസഞ്ചാര കേന്ദ്രം കണ്ടോ, പക്ഷി സങ്കേതം. കേരളത്തിൽ ഇതൊക്കെ ഏത് ജില്ലകളിലൊക്കെയാണ് സ്ഥിതി ചെയ്യണമെന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇവിടെ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഭൂപടത്തിൽ, കേരളത്തിൻ്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിമാനത്താവളം എവിടെയാണ്? എറണാകുളം ജില്ല. രണ്ടാമത്തേത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എവിടെയാണ്? ഇടുക്കിയിലാണ്. നെക്സ്റ്റ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 3. മൂന്നാമത്തേത് തിരുവനന്തപുരം. നാലാമത്തേത് ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല കൊല്ലം. 5 പക്ഷിപാതാളം. പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ്. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് ദിക്കുകൾ നോക്കാം. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ചുമരിലൊരു ഭൂപടം തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് കേരളത്തിൻ്റെ ഭൂപടം തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ മുകളിൽ വരുന്നത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് വടക്ക് ഭാഗത്താണ്. മുകളിൽ വരുന്നത് വടക്ക് ഭാഗമായിരിക്കും. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൻ്റെ പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് തമിഴ്നാട്, കർണാടക. അതുപോലെ കേരളത്തിൻ്റെ ഓരോ ജില്ലകളും അതിർത്തി പങ്കിടുന്ന ജില്ലകളും സ്ഥലങ്ങളൊന്ന് രേഖപ്പെടുത്തി നോക്കാം. കോഴിക്കോട് ജില്ലയുടെ വടക്ക് ഭാഗത്ത് കണ്ണൂർ, തെക്ക് ഭാഗത്ത് മലപ്പുറം, പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ, കിഴക്ക് ഭാഗത്ത് വയനാട്. ഇനി ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജില്ലകളൊന്ന് എഴുതി നോക്കണം കേട്ടോ. ഭൂപടം എന്നാൽ എന്ത്? വിശാലമായ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഒരു കടലാസിലേക്ക് കൃത്യമായി ചിത്രീകരിക്കാൻ നമുക്ക് കഴിയും. ഭൂപ്രദേശങ്ങളുടെ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തെയാണ് ഭൂപടം എന്ന് പറയുന്നത്. സനലിൻ്റെ പഞ്ചായത്ത്, ആനറ പഞ്ചായത്തിലാണ് സനലിൻ്റെ സ്കൂള്. ഇതവിടെ ദിക്കുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ഭാഗത്തും പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് തമിഴ്നാടാണ്. ആനറ പഞ്ചായത്തിൽ 11 വാർഡുകളുണ്ട്. അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് സൂചിക തന്നിട്ടുണ്ട്, ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. റോഡ്, സ്കൂള്, നദി, നെൽകൃഷി, പൊതുകിണർ. അതിൽ 1-ാം വാർഡിൽ എന്തൊക്കെ ഉണ്ട്? തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു, പൊതുകിണറുണ്ട്, സ്കൂളുണ്ട്, പുഴയുണ്ട്. 2-ാമത്തെ വാർഡിൽ എന്തൊക്കെ ഉണ്ട്? പൊതുകിണർ, നദി, റോഡ്, നെൽകൃഷി, തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നു. 3-ാമത്തെ വാർഡിൽ പൊതുകിണർ, സ്കൂൾ, തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നു. 4-ാമത്തെ വാർഡിൽ നദി, റോഡ്. മക്കളെ മനസ്സിലായില്ലേ? നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. 5-ാമത്തെ വാർഡിൽ റോഡ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി ഇങ്ങനെ വന്നാൽ അടയാളപ്പെടുത്താൻ അറിയാലോ. നെക്സ്റ്റ് ദിക്കുകൾ നോക്കാം. ഭൂമിശാസ്ത്രകാരൻ്റെ പ്രധാന ഉപകരണം ഏത്? ഭൂപടം. ദിക്ക് അറിയാനുള്ള ഉപകരണം ഏത്? വടക്കു നോക്കി യന്ത്രം. ഭൂമിയുടെ ചെറിയ മാതൃകക്ക് പറയുന്ന പേരെന്ത്? ഗ്ലോബ്. ഉദയസൂര്യനെ നോക്കി ദിക്ക് അറിയുന്നത് എങ്ങനെയാണ്? ഉദയസൂര്യൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ മുൻവശം കിഴക്ക്, പിൻവശം പടിഞ്ഞാറ്, വലതുവശം തെക്ക്, ഇടതുവശം വടക്ക്. അസ്തമയ സൂര്യനെ നോക്കി നിൽക്കുന്ന ഒരാളുടെ മുൻവശം ഏത് ദിക്കായിരിക്കും? മുൻവശം പടിഞ്ഞാറ്, പിൻവശം കിഴക്ക്, വലതുവശം വടക്ക്, ഇടതുവശം തെക്ക്. വീഡിയോ കുറച്ച് ലോങ് ആയില്ലേ? കുഴപ്പമില്ല, ഇത് അത്രക്കും പ്രധാനപ്പെട്ട പാഠഭാഗമായിട്ടാണ് എല്ലാതും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഭൂപടത്തിന് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ മുകൾ വശം വടക്ക്,
താഴ്വശം, അടിവശം ഏതാണ്? തെക്ക്, വലതുവശം കിഴക്ക്, ഇടതുവശം പടിഞ്ഞാറ്. മക്കളെ, നിങ്ങൾക്കിത് ഉപകാരപ്പെട്ട ചോദ്യങ്ങളായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.